ഇവിടെ നമ്മൾ റിക്കേർഷൻ എന്താണെന്നാണ് നോക്കുന്നത്. റിക്കേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്കൊരു ഒബ്ജക്റ്റിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കേസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ അതിൻ്റെ തന്നെ ടേംസിൽ, ഇൻ ടേംസ് ഓഫ് ഇറ്റ് സെൽഫ്, നമുക്ക് അതിൻ്റെ തന്നെ ടേംസിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ റിക്കേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിക്കേർഷൻ്റെ സമയത്ത് ഒബ്ജക്റ്റിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് അങ്ങനെ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിക്കേർഷൻ്റെ സമയത്ത് നമുക്ക് നോർമലി യൂസ് ചെയ്യുന്നത് ഫങ്ഷൻസ്, സെറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സീക്വൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിക്കേർഷന് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എ എൻ ഈസ് ഈക്വൽ ടു 2n. ഈ 2n ഫോർ n ഈസ് ഈക്വൽ ടു 0, 1, 2 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ an, അപ്പം ഞാൻ എയുടെ വാല്യൂ 0 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ 0 ആയില്ലേ. അപ്പോൾ a0 ഈസ് ഈക്വൽ ടു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും ആൻസർ. ഇനി അടുത്തത് എനിക്ക് a1 ആണ് കാണേണ്ടതെങ്കിൽ a1 ഈസ് ഈക്വൽ ടു 2 ഈസ് ഈക്വൽ ടു 2 തന്നെ വരും. ഇനി a2 ആണ് കാണേണ്ടതെങ്കിലോ ഇറ്റ്സ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ആ ഒരു സീക്വൻസ് തന്നെയല്ലേ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, ആ ഫസ്റ്റ് ടേം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടേം a1 ആണെങ്കിൽ a1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത്, ഇപ്പോൾ സപ്പോസ് a1ൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ സീക്വൻസിൻ്റെ വാല്യൂ ആട്ടോ പറഞ്ഞിരിക്കുന്നത്. സീക്വൻസിൽ a1ൻ്റെ വാല്യൂ നമുക്ക് 1 ആണ് കിട്ടിയത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ an+1നെ നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? an+1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു an എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇപ്പം ഞാൻ a1ൻ്റെ വാല്യൂ 1 ആണെന്ന് തന്നിട്ടുണ്ട്. a1 ഈസ് ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. ഇനി an+1 ആണ് എനിക്ക് വേണ്ടത്. an+1ൽ സപ്പോസ് ഞാനിപ്പം എന്നിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 2 എന്നാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് an+1 ഈസ് ഈക്വൽ ടു a2+1. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് എനിക്ക് a2+1 വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ തന്നിരിക്കുന്നത് 2an എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഞാനിവിടെ കിട്ടിയേക്കുന്നത് 2 ഇൻറ്റു a വാല്യൂ 2. ഓക്കെ, അപ്പം a3 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു a2 എന്നാണ് അപ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് a2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ a2ൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? a2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു a1 എന്ന് വരും. അപ്പോൾ a1ൻ്റെ വാല്യൂ വേണ്ടേ? a1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു a0. അപ്പോൾ ഇങ്ങനെ ഓരോന്നിലും, അപ്പോൾ a1 കിട്ടണമെങ്കിൽ നമുക്ക് a0 ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. a2 കിട്ടണമെങ്കിൽ a1 വേണം. ഇനി a3 കിട്ടണമെങ്കിൽ a2 വേണം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും പരസ്പരം റിലേറ്റ് ചെയ്തായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സീക്വൻസ് ആയിട്ട് പോകുന്നതിന് വേണ്ടി ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ റിക്കേർഷൻ എന്ന് പറയുന്നത്. ഓരോന്നും കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ തൊട്ട് പ്രീവിയസ് ടേംസ് ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ടേം ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സീക്വൻസ് നമ്മൾ റിക്കേഴ്സീവായിട്ട് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് പറയുന്ന പോലെ ഒരു ബേസിസ് സ്റ്റെപ്പും ഒരു ഇൻഡക്റ്റീവ് സ്റ്റെപ്പും വെച്ചിട്ട് നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലെറ്റ് പി ഓഫ് കെ ബി ദ പ്രപ്പോസിഷൻ അബൌട്ട് എ കെ എന്ന് പറയുന്നതിൻ്റെ പ്രപ്പോസിഷൻ പി ഓഫ് കെ ആണ്. അങ്ങനെയാണെങ്കിൽ ബേസിസ് സ്റ്റെപ്പിൽ നമ്മൾ പി ഓഫ് 1 വെരിഫൈ ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പി ഓഫ് കെ ഈസ് ഈക്വൽ ടു പി ഓഫ് കെ ഇംപ്ലൈസ് പി ഓഫ് കെ പ്ലസ് 1. അതായത് എല്ലാ കെ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള എല്ലാ കേസിലും ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്തേക്കുന്നത് പി ഓഫ് 1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള എല്ലാ 1നേക്കാളും വലിയ കെയുടെ ടേംസിലും പി ഓഫ് കെയിൽ നിന്ന് നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 കണ്ടുപിടിക്കാൻ പറ്റണം. അതാണ് പി ഓഫ് കെ ഇംപ്ലൈസ് പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ റിക്കേഴ്സീവ്ലി ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണെങ്കിൽ assume f is a function with a set of non-negative integers. ഓക്കെ, നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് വന്ന ഒരു ഫംഗ്ഷനാണ് എഫ്. ഈ എഫിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെയും വേണ്ടത് 2 സ്റ്റെപ്പാണ്. ബേസിസ് സ്റ്റെപ്പ് വേണം. ഇൻഡക്റ്റീവ് സ്റ്റെപ്പിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റിക്കേഴ്സീവ് സ്റ്റെപ്പ് ആയിരിക്കും. ബേസിസ് സ്റ്റെപ്പിൽ എന്താ? സ്പെസിഫൈ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 0. ഇവിടെ നമ്മൾ എഫ് ഓഫ് 0ൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് ഈ എഫ് ഓഫ് എക്സിന് ഗീവ് എ റൂൾ ഫോർ എഫ് ഓഫ് എക്സ് using f of y where 0 less than or equal to y less than or equal to x. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിന് ഒരു റൂള് കണ്ടുപിടിക്കും. ഈ റൂള് കണ്ടുപിടിക്കാൻ നമുക്ക് എഫ് ഓഫ് വൈയും കൂടെ വേണം. അപ്പോൾ ഈ എഫ് ഓഫ് വൈ എന്താ? നമ്മുടെ ഇന്റർമീഡിയറ്റ് ടേം ആണ്. അപ്പോൾ ആ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ എക്സിനേക്കാളും മുന്നേ ഉള്ള ടേം, എക്സിന് മുന്നേ ഉള്ള ടേം ഉണ്ടെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ y ഈസ് ബിഫോർ എക്സ് ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് എക്സ് കിട്ടണമെങ്കിൽ 0യിൽ നിന്ന് വൈയിൽ എത്തിയിട്ട് ദെൻ വൈയിൽ നിന്നേ നമുക്ക് എക്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് 0 ടു എക്സ് എന്നുള്ള ഒരു അങ്ങനെ ഒരു ട്രാവലിംഗ് നമുക്കിവിടെ പോസിബിൾ അല്ല.
അപ്പോൾ ഇങ്ങനെയുള്ള ഡെഫിനിഷൻസിനെയാണ് നമ്മൾ റിക്കേഴ്സീവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എഫ് ഓഫ് സീറോൻ്റെ വാല്യൂ 3 ആയിട്ട് തന്നിരിക്കുന്നു. ദെൻ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് n പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഓഫ് n പ്ലസ് 2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സീറോയേക്കാളും വലുതായിട്ടുള്ള കുറേ എന്നുകളുടെ കാര്യമാണ് തന്നിരിക്കുന്നത്. അതിൽ എഫ് ഓഫ് സീറോൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം, 2 കണ്ടുപിടിക്കണം, 3 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഫ് ഓഫ് 1 കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് സീറോൻ്റെ വാല്യൂ മാത്രമായിരുന്നു. എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് 1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഏതിൻ്റെ ആയാലും ഇക്വേഷൻ കാണേണ്ടത് 2 ഇൻറ്റു എഫ് ഓഫ് n പ്ലസ് 2 എന്നാണ്. അപ്പോൾ അതിൽ ഈ എഫ് ഓഫ് n എന്താ? ഇവിടുത്തെ വാല്യൂ എഫ് ഓഫ് n പ്ലസ് 1 ആണ്. അപ്പം നമ്മൾ എന്നിൻ്റെ പ്ലേസിൽ 0 ആക്കിയെങ്കിൽ മാത്രമല്ല ഇവിടെ n പ്ലസ് 1 1 ആവത്തുള്ളൂ. അപ്പം ഞാനിവിടെ എന്നിനെ 0 ആയിട്ട് അസ്യൂം ചെയ്യുവാണ്. n ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ n പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എഫ് ഓഫ് 1നെ എങ്ങനെ പറയാം? എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഓഫ് 0 പ്ലസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഓഫ് സീറോൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3 ആണ്. അപ്പോൾ 2 ഇൻറ്റു 3 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 8. ഇവിടെ നമുക്ക് 8 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എഫ് ഓഫ് 2 കണ്ടുപിടിക്കുമ്പോഴത്തേക്കിനും നമ്മളിവിടെ എന്നിൻ്റെ വാല്യൂ 1 ആയിട്ട് അസ്യൂം ചെയ്യും. n 1 ആണെങ്കിൽ മാത്രമേ n പ്ലസ് 1 ഈസ് ഈക്വൽ ടു നമുക്ക് 2 ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എഫ് ഓഫ് 1ൻ്റെ വാല്യൂ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇക്വേഷനിൽ പ്രീവിയസ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുതിയ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ തന്നിരിക്കുന്നത് give an inductive definition of the factorial function f of n is equal to n factorial. f of n is equal to n factorial എന്ന് പറയുന്നതിന് നമ്മളൊരു ഇൻഡക്റ്റീവ് ഡെഫിനിഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതിനൊരു ഡെഫിനിഷൻ കൊടുക്കണം. അപ്പോൾ ഇതിന് ചെയ്യുമ്പോഴത്തേന് അപ്പോൾ എല്ലാത്തിനും എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഒരു ബേസിസ് സ്റ്റെപ്പ് വേണം, ദെൻ അടുത്തൊരു റിക്കേഴ്സീവ് സ്റ്റെപ്പ് വേണം. അപ്പോൾ ബേസിസ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് 0 ആണ്. എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 1 ആണ്. കാരണം എന്താ? നമ്മൾ 0 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1. ഏത് 0 ഫാക്ടോറിയൽ 1 ആണ്. അതുകൊണ്ട് ഇവിടെ എഫ് ഓഫ് 0ൻ്റെ വാല്യൂ നമ്മൾ 1 കൊടുത്തത്. അപ്പോൾ എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 0 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് 0ൻ്റെ വാല്യൂ 1 കിട്ടി. ദെൻ അടുത്ത റിക്കേഴ്സീവ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് എ റിക്കേഴ്സീവ് ഫോർമുല ഫോർ എഫ് ഓഫ് n പ്ലസ് 1. n പ്ലസ് 1ന് ഒരു ഫോർമുല നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ n പ്ലസ് 1ൻ്റെ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വാല്യൂസും ഇപ്പം നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഏതിൻ്റെയെങ്കിലും ഒരു ഫാക്ടോറിയൽ. ഇപ്പോൾ 3 ഫാക്ടോറിയൽ ആണെങ്കിൽ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത്? 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ വരുന്നത്. അപ്പോൾ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് n പ്ലസ് 1 ആണ്. അപ്പം ഞാൻ ഈ 3യെ അങ്ങ് n പ്ലസ് 1 ആയിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഈ 3യുടെ കൂടെ അല്ലേ പിന്നെ ബാക്കിയുള്ള കുറേ സംഭവങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ n പ്ലസ് 1 എഫ് ഓഫ് n പ്ലസ് 1 ഈസ് ഈക്വൽ ടു നമുക്കിവിടെ എന്ത് കൊടുക്കാം? n പ്ലസ് 1 ഇൻറ്റു ദെൻ എഫ് ഓഫ് n കൊടുത്താൽ പോരെ. അപ്പോൾ n പ്ലസ് 1 3 ഇൻറ്റു ദെൻ അടുത്തതിൻ്റെ ഫാക്ടോറിയൽ. ഇനി അടുത്തത് ഈ 2 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ 3യുടെ കേസ് വരുമ്പോഴത്തേക്കിന് എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് വരും. ഇനി ഈ 2 ഫാക്ടോറിയൽ കാണണമെങ്കിൽ നമ്മൾ എഗെയിൻ ഇതേപോലെ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പോൾ അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളപ്പോൾ ഫാക്ടോറിയൽ കാണാൻ n പ്ലസ് 1 ഇൻറ്റു എഫ് ഓഫ് n എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു 5 ആകുന്ന കേസിൽ, സോറി n പ്ലസ് 1 ഈസ് ഈക്വൽ ടു 5 ആകുന്ന കേസ്. അപ്പോൾ ഈ എഫ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ ഇവിടെ n അല്ല 5, n പ്ലസ് 1 ആണ് 5. അപ്പോൾ n പ്ലസ് 1ൻ്റെ വാല്യൂ 5 ആണ്. n പ്ലസ് 1 5 ആകുമ്പോൾ നമ്മൾ അതിനെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുമ്പോൾ n പ്ലസ് 1 ഇൻറ്റു എഫ് ഓഫ് n എഴുതുമ്പോൾ നമുക്ക് 5 ഇൻറ്റു എഫ് ഓഫ് 4 എന്ന് എഴുതാം. ഇനി എഫ് ഓഫ് 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു എഫ് ഓഫ് 3 എന്ന് എഴുതി. എഫ് ഓഫ് 3 എങ്ങനെ? 3 ഇൻറ്റു എഫ് ഓഫ് 2. എഫ് ഓഫ് 2നെ 2 ഇൻറ്റു എഫ് ഓഫ് 1. എഫ് ഓഫ് 1 1 ഇൻറ്റു എഫ് ഓഫ് 0. എഫ് ഓഫ് 0ൻ്റെ വാല്യൂ നമുക്കിവിടെ അറിയാം 1 ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നോർമൽ നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു ഈ 1 ഇൻറ്റു ദെൻ എഫ് ഓഫ് 0ൻ്റെ വാല്യൂ 1. ആൻസർ നമുക്ക് 120 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ റിക്കേഴ്സീവ്ലി ഡിഫൈൻഡ് ഫങ്ഷൻസ് എപ്പോഴും വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. എന്താ ഈ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ പോസിറ്റീവ് ഇൻറ്റിജറിനും ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റിജർ ദ വാല്യൂ ഓഫ് ദ ഫങ്ഷൻ അറ്റ് ഇറ്റ്സ് ഇൻറ്റിജർ
ഈസ് ഡിറ്റർമിൻഡ് ഇൻ ആൻ അൺആംബിഗ്യുവസ് വേ. ഓരോ പോസിറ്റീവ് ഇൻറ്റിജറിനും നമുക്കതിൻ്റെ വാല്യൂ, ഇൻറ്റിജർ വാല്യൂ അൺആംബിഗ്യുവസ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ വെൽ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. റിക്കർസീവ് ഫങ്ഷൻസ് ഒക്കെ എപ്പോഴും വെൽ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അസ്യൂം എ ഈസ് എ നോൺ സീറോ റിയൽ നമ്പർ ആൻഡ് n ഈസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ. ഗീവ് എ റിക്കർസീവ് ഡെഫിനിഷൻ ഓഫ് എ റേസ് ടു n. നമ്മൾ നേരത്തെ n ഫാക്ടോറിയലിനെ കണ്ടുപിടിച്ച പോലെ ഇവിടെ എ റേസ് ടു n നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ബേസ് സ്റ്റെപ്പിൽ എഫ് ഓഫ് സീറോ കണ്ടുപിടിക്കുന്നു. എഫ് ഓഫ് സീറോ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് തന്നിരിക്കുന്നത് എ റേസ് ടു n ആണ്. അപ്പോൾ എഫ് ഓഫ് സീറോ എന്ന് പറയുമ്പം എ റേസ് ടു സീറോ വാല്യൂ ഈസ് 1. അപ്പോൾ എഫ് ഓഫ് സീറോൻ്റെ വാല്യൂ 1 കിട്ടി. ഇനി അടുത്തത് റിക്കേർസീവ് സ്റ്റെപ്പ്. ഈ റിക്കേർസീവ് സ്റ്റെപ്പിൽ നമ്മളൊരു റിക്കേർസീവ് ഫോർമുല എഫ് ഓഫ് n പ്ലസ് വണ്ണിനുള്ള ഫോർമുലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് n പ്ലസ് വണ്ണിന് ഫോർമുല കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഇപ്പം എ റേസ് ടു n അല്ലേ കാണേണ്ടത്. അപ്പോൾ എ റേസ് ടു n എന്ന് പറയുന്നത് എ ഒരു നോൺ സീറോ റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ വാല്യൂ സപ്പോസ് എ ഈസ് ഈക്വൽ ടു 2 എന്നും കൊടുത്തു. ദെൻ എന്നിൻ്റെ വാല്യൂ ഞാനൊരു 3 എന്നും കൊടുത്തു. അപ്പം നമുക്കിപ്പോൾ കാണേണ്ടത് എന്താ? 2 റേസ് ടു 3 ആണ് കാണേണ്ടത്. അപ്പോൾ 2 റേസ് ടു 3 കാണുമ്പോഴത്തേക്കിനും അത് എങ്ങനെയാണ് നമുക്ക് വരുന്നത്? 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നല്ലേ അതിൻ്റെ മീനിങ്. അപ്പോൾ 2നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പറാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് കാണിക്കുന്നത്. അപ്പോൾ ആ മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ, ആ 2 എന്ന് പറയുന്ന നമ്പർ, അതാണ് നമ്മുടെ എ. അപ്പോൾ എ ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്തിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു എ റേസ് ടു n. എ ഇൻറ്റു എ റേസ് ടു n. അപ്പോൾ n പ്ലസ് 1 കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് എനിക്കിപ്പോൾ 2ൻ്റെ സ്ക്വയറാണ് കാണണ്ടെങ്കിൽ, 2 സ്ക്വയറാണ് കാണണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? 2 ഇൻറ്റു 2 റേസ് ടു 1 ആണ് ചെയ്യേണ്ടത് അല്ലേ? ഇനി 2 ക്യൂബാണ് കാണണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 2 ക്യൂബാണ് കാണണ്ടെങ്കിൽ is equal to 2 into 2 square into 2 square. That is equal to 2 into 2 square. എനിക്ക് again 2 into 2 എന്ന് കൊടുത്തൂടെ? അപ്പോൾ അതുകൊണ്ട് നമ്മളപ്പോൾ എപ്പോഴും കൊടുക്കേണ്ടത് എ എന്ന് പറയുന്ന നമ്പറിനെയാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഡെഫിനേഷൻ ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് ആദ്യം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കണം. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷൻ വേണം കൊടുക്കാൻ. അപ്പോൾ എ ഇൻറ്റു എ റേസ് ടു n. ഇവിടെ നമ്മൾ n പ്ലസ് 1 ആണ് കാണുന്നത്. സോ നമ്മുടെ ടേമിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? n വെച്ചിട്ട് വേണം. അതായത് റേസ് ടു പവർ കൊടുക്കേണ്ടത് n വെച്ചിട്ടുള്ള പവർ ആയിരിക്കണം കൊടുക്കേണ്ടത്. എ ഇൻറ്റു എ റേസ് ടു n. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എഫ് ഓഫ് n. അപ്പം നമുക്കിവിടെ 0 ആണ് വരേണ്ടതെങ്കിൽ ആ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ നമുക്ക് അതിൻ്റെ തൊട്ട് മുമ്പത്തുനിന്ന് കിട്ടും. അപ്പോൾ എ ഇൻറ്റു എഫ് ഓഫ് n എന്ന് കൊടുത്തു കഴിയുന്നതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഗീവ് എ റിക്കർസീവ് ഡെഫിനിഷൻ ഓഫ് സിഗ്മ k ഈസ് ഈക്വൽ ടു 0 ടു n എ കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബേസ് സ്റ്റെപ്പിൽ എഫ് ഓഫ് 0 കണ്ടുപിടിക്കുന്നു. അപ്പോൾ 0 കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ എ കെയ്ക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു കെ 0 ടു 0 എ കെ. അപ്പോൾ എ കെ എന്ന് പറയുമ്പം കെയുടെ വാല്യൂ 0 ആണ്. സോ എ 0 എന്ന് കിട്ടി. ഇനി ഈ സിഗ്മ എ കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? n ടൈംസ് നമ്മൾ എ കെ എന്ന് പറഞ്ഞ് ഈ ഒരു ടേമിനെ ആഡ് ചെയ്യുക എന്നല്ലേ മീനിങ്. അപ്പം ഞാനിപ്പോൾ സപ്പോസ് എന്നിൻ്റെ വാല്യൂ 3 ആ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ടൈംസ് ഈ a0 പ്ലസ് a1 പ്ലസ് a2 നമ്മൾ ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് 3 ടൈംസ് എന്നിൻ്റെ വാല്യൂ 3 ആകുന്ന പോലെ വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ റിക്കേർസീവ് ഫോർമുല ചെയ്യുമ്പോൾ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഈ a0 ദെൻ a1 a2 എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് n പ്ലസ് 1 കാണുമ്പോഴത്തേക്കിനും ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ കൊടുക്കുന്ന എൻ്റെ ഇവിടെ ഞാൻ n കൊടുത്തിട്ടുണ്ട്. n ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എഫ് ഓഫ് n പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ അത് 4 ആയി. അപ്പോൾ എഫ് ഓഫ് 4ന് ഞാൻ എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് n. അപ്പോൾ എഫ് ഓഫ് n എന്ന് പറഞ്ഞാൽ എന്താ? 3. എഫ് ഓഫ് 3 പ്ലസ് എ n പ്ലസ് 1. n പ്ലസ് 1 ഇതാ ഇവിടെ 4 ആണ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. n ഈസ് ഈക്വൽ ടു 3 ആൻഡ് n പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ എഫ് ഓഫ് 3 പ്ലസ് എ 4. ഇനി എഫ് ഓഫ് 3യെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് 2 പ്ലസ് വീണ്ടും എ എൻ പ്ലസ് 1. അപ്പോൾ ഇവിടുത്തെ എ എൻ പ്ലസ് എന്ന് പറയുന്നത് a3. ദെൻ പ്ലസ് ഈ a4 അതുപോലെ തന്നെ കിടക്കും. ഇനി എഫ് ഓഫ് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് a4 അതുപോലെ a3 പ്ലസ് a4.
ഇനി എഫ് ഓഫ് വൺ എന്താ? എഫ് ഓഫ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് a1 പ്ലസ് ദെൻ a2 a3 a4 അതുപോലെ a2 a3 a4. ഇനി എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് 0 അതാ നമുക്കിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, a0 ആണ്. സോ നമ്മുടെ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയാ വരുന്നത്? a0 പ്ലസ് a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് a4 എന്ന് വരും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് എന്താ വരേണ്ടതെന്നുള്ളത് ആദ്യം നോക്കിയിട്ട് അതിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫോർമുല കിട്ടുന്നത്. ഇനി ഇവിടെ ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത് ചില റിക്കർസീവ് ഫംഗ്ഷൻസിൽ ഫസ്റ്റ് അറ്റ് ദ ഫസ്റ്റ് കെ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആർ സ്പെസിഫൈഡ്, എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിരിക്കും. ഈ ഇക്വേഷനകത്തിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് 0ന്റെ വാല്യൂ 2 തന്നിട്ടുണ്ട്, എഫ് ഓഫ് 1ന്റെ വാല്യൂ 3 തന്നിട്ടുണ്ട്. എഫ് ഓഫ് n പ്ലസ് 2 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n പ്ലസ് 2 ആണ്. സപ്പോസ് എൻ്റെ n എന്ന് പറയുന്നത് ഇപ്പോൾ 1 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ n പ്ലസ് 2 എന്താ വരുന്നത്? എഫ് ഓഫ് 3 വരും. അപ്പോൾ എനിക്ക് എഫ് ഓഫ് 3 കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഓഫ് n കാണണം. 2 ഇൻറ്റു എഫ് ഓഫ് n എന്താ? എഫ് ഓഫ് 1. 2 ഇൻറ്റു എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് n പ്ലസ് 1. n പ്ലസ് 1 എന്താ? എൻ്റെ n 1 ആണ്. സോ n പ്ലസ് 1 ഈസ് 2. അപ്പോൾ എഫ് ഓഫ് 2 പ്ലസ് 5 എന്ന് വരും. ഇനി എനിക്ക് എഫ് ഓഫ് 1ന്റെ വാല്യൂ അറിയാം, 3 ആണ്. പക്ഷെ എനിക്ക് എഫ് ഓഫ് 2ന്റെ വാല്യൂ അറിഞ്ഞൂടാ. അപ്പം ഞാൻ എഫ് ഓഫ് 2 കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 2 വരണമെങ്കിൽ നമ്മൾ n-ന്റെ വാല്യൂ എന്താക്കി കൊടുത്താലേ പറ്റത്തുള്ളൂ? n ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അല്ലേ n പ്ലസ് 2 ഈസ് ഈക്വൽ ടു 2 ആകത്തുള്ളൂ. അപ്പോൾ എഫ് ഓഫ് n-ന്റെ വാല്യൂ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ n-ന്റെ വാല്യൂ 0 ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു എഫ് ഓഫ് n എന്ന് പറയുന്നത് എന്താ? അപ്പോൾ n ഈസ് ഈക്വൽ ടു 0 ആണ് ഈ കേസിൽ. അപ്പോൾ 2 ഇൻറ്റു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് n പ്ലസ് 1. n പ്ലസ് 1 എന്താ? n ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്കിന് n പ്ലസ് 1 1 ആയിരിക്കും. അപ്പോൾ n പ്ലസ് 1 പ്ലസ് 5. അപ്പോൾ എഫ് ഓഫ് 2ന്റെ വാല്യൂ 2 ഇൻറ്റു എഫ് ഓഫ് 0ന്റെ വാല്യൂ 2 പ്ലസ് എഫ് ഓഫ് 1ന്റെ വാല്യൂ 3 പ്ലസ് 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 3 പ്ലസ് 5 12 വരും. ഈ 12 എന്നുള്ള വാല്യൂ നമ്മൾ ഈ ഇവിടെ എഫ് ഓഫ് 2ന്റെ പ്ലേസിൽ കൊടുക്കണം. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് 3 എന്താകും? എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഓഫ് 1ന്റെ വാല്യൂ 3 പ്ലസ് എഫ് ഓഫ് 2ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, 12 ആണ്, പ്ലസ് 5. അപ്പോൾ എന്താ വരുന്നത്? 6 പ്ലസ് 12 പ്ലസ് 5 23 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ഇക്വേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷനകത്തിൽ വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തൊട്ട് മുന്നേ ഉള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വാല്യൂ കിട്ടുള്ളൂ. അത് നോക്കിയാൽ മതി. ഇനി ഈ റിക്കർസീവ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഫിബൊനാച്ചി നമ്പേഴ്സിന്റെ വാല്യൂസ് എടുക്കാൻ പറ്റുന്നത്. ഫിബൊനാച്ചി നമ്പറിൽ എന്താ വരുന്നത്? എഫ് ഓഫ് 0, എഫ് ഓഫ് 1, എഫ് ഓഫ് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂസ് കൊടുക്കാം. എപ്പോഴും ഫസ്റ്റ് വാല്യൂ എഫ് ഓഫ് 0 0 ആയിരിക്കും, എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് വാല്യൂ എന്താ വരുന്നത്? എഫ് ടുവിന്റെ വാല്യൂ എന്താ വരുന്നത്? എഫ് 2 ഈസ് ഈക്വൽ ടു എഫ് 0 പ്ലസ് എഫ് 1 ആണ്. സോ 0 പ്ലസ് 1 ഈസ് 1 വരും. ഇനി എഫ് 3 എന്ത് വരും? എഫ് 3 ഈസ് ഈക്വൽ ടു എഫ് 2 പ്ലസ് എഫ് 1 ആണ്. തൊട്ട് മുന്നത്തെ രണ്ട് വാല്യൂസ് തമ്മിൽ. അപ്പോൾ അത് 2 വരും. അപ്പോൾ എഫ് എന്നിനെ നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ ജനറലൈസ് ചെയ്തിരിക്കുന്നത് ഈസ് ഈക്വൽ ടു എഫ് എൻ മൈനസ് 1, അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള വാല്യൂ പ്ലസ് എഫ് എൻ മൈനസ് 2. തൊട്ട് മുന്നേ ആയിട്ടുള്ള രണ്ട് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ എപ്പോഴും ഫിബൊനാച്ചി നമ്പറിൽ വരുന്നത്. അപ്പോൾ ഫൈൻഡ് ദ ഫിബൊനാച്ചി നമ്പർ എഫ് 4. നമ്മുടെ അടുത്ത് എഫ് 4 കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ എഫ് 4 കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? എഫ് 3യും എഫ് 2, അതായത് എഫ് എൻ മൈനസ് 1ഉം വേണം, എഫ് എൻ മൈനസ് 2ഉം വേണം. ഇവിടുത്തെ എൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ എൻ മൈനസ് 1 3, എൻ മൈനസ് 2 ഈസ് 2. ഓക്കെ, അപ്പോൾ എഫ് 3 പ്ലസ് എഫ് 2 വേണം. ഇനി എഫ് 2 എന്താ? എഫ് 0 പ്ലസ് എഫ് 1 ആണ് വേണ്ടത്. എഫ് 0ൻ്റെ എഫ് 1ൻ്റെയും വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എഫ് 0 0 ആണ്, എഫ് 1 1 ആണ്. പക്ഷേ എഫ് 3യുടെ വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും കൂടെ വേണം? എഫ് 2ൻ്റെ വാല്യൂയും കൂടെ വേണം. എഫ് 3 ഈസ് ഈക്വൽ ടു എഫ് 1 പ്ലസ് എഫ് 2 ആണ്. സോ നമ്മൾ എഫ് 2ൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയത് വെച്ചിട്ട് എഫ് 3യുടെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി എഫ് 2 എഫ് 3 ഉണ്ട്, നമുക്ക് എഫ് 4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ ഷോ ദാറ്റ് വെനെവർ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3,
Fn is greater than alpha raised to n minus 2 where alpha is equal to 1 plus root 5 by 2. ഹിന്റ് തന്നിട്ടുണ്ട് ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇതും ശരിക്കും നമ്മുടെ ഫിബൊനാച്ചി നമ്പറിന്റെ അതേ ഒരു കേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്ട്രോങ് ഇൻഡക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രോങ് ഇൻഡക്ഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം പി ഓഫ് എൻ കണ്ടുപിടിക്കണം. പി ഓഫ് എൻ കണ്ടുപിടിക്കാൻ പി ഓഫ് എൻ ഈസ് എന്താ, ദാ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എഫ് എൻ ഗ്രേറ്റർ ദാൻ ആൽഫ റേസ് ടു എൻ മൈനസ് 2 എന്ന് പറയുന്നതാണ് നമ്മുടെ പി എൻ. ഇനി ബേസിസ് സ്റ്റെപ്പിൽ നമ്മൾ കാണേണ്ടത് പി ഓഫ് 3യും പി ഓഫ് 4ഉം ട്രൂ ആണെന്ന് കാണണം. എന്തുകൊണ്ടാ? ബിക്കോസ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 3 സ്റ്റാർട്ടിങ് നമ്മൾ 3 തൊട്ട് തുടങ്ങിയാൽ മതി. ഇനി ഗ്രേറ്റർ ദാനും കൂടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് 4ഉം കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ F3 ഗ്രേറ്റർ ദാൻ നമ്മുടെ പി ഓഫ് 3 ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പി ഓഫ് 3 കാണുമ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എഫ് എൻ ഈസ് ഈക്വൽ ടു എഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ റേസ് ടു എൻ മൈനസ് 2 എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ P3 അല്ലെങ്കിൽ എൻ ഈസ് ഈക്വൽ ടു 3 ആയിട്ട് എടുക്കുന്നു. സോ F3 ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ റേസ് ടു 3 മൈനസ് 2. ദാറ്റ് ഈസ് F3 ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ റേസ് ടു 1. ഇനി നമ്മുടെ ആൽഫ എന്താ? ആൽഫ ഈസ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 5 ബൈ 2. അപ്പോൾ F3 ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് റൂട്ട് 5 ബൈ 2. ഇനി F3യുടെ വാല്യൂ എന്താണ്? നമ്മൾ മുന്നേ ചെയ്തതിനകത്ത് നമുക്ക് F3 കിട്ടിയായിരുന്നു. F3 ഈസ് ഇവിടെ കിടപ്പുണ്ട് 2 ആണ്. അപ്പോൾ 2 ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് റൂട്ട് 5 ബൈ 2 ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ 1 പ്ലസ് റൂട്ട് 5 ബൈ 2 എന്ന് പറയുന്നത് 1.2നേക്കാളും ലെസ് ആയിട്ടുള്ള ഒരു വാല്യൂ തന്നെ, 1. വരും 61. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഈസ് ഗ്രേറ്റർ ദാൻ 1.61 എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റായി. ഇനി ഇതേപോലെ നമ്മൾ F4 നോക്കുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെയാണ് വരുന്നത്. 3 ഈസ് ഗ്രേറ്റർ ദാൻ, ഇതിനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനും 2.61 ഒരു വാല്യൂ വരും. അപ്പോൾ 3 ഈസ് ഗ്രേറ്റർ ദാൻ 2.61 എന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിസ് സ്റ്റെപ്പ് ഓക്കെ ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഇൻഡക്റ്റീവ് സ്റ്റെപ്പ് നോക്കണം. ഇൻഡക്റ്റീവ് സ്റ്റെപ്പ് നോക്കണം എന്നുണ്ടെങ്കിൽ പി ഓഫ് 3യും 4ഉം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ കേസിലും ഇത് ഓക്കെ ആണെന്ന് കാണിക്കണം. അപ്പോൾ ലെറ്റ് കെ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ എഫ് ഓഫ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് കെ പ്ലസ് എഫ് ഓഫ് കെ മൈനസ് 1 ആയിട്ട് എടുത്തു. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്? ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് നോക്കിക്കേ, ഇവിടെ എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ മൈനസ് 1 പ്ലസ് എൻ മൈനസ് 2. തൊട്ട് മുന്നേ ഉള്ള രണ്ട് നമ്പേഴ്സ് തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? അവിടെ നമ്മൾ എഫ് ഓഫ് എൻ കൊടുത്ത സമയത്ത് എഫ് ഓഫ് എൻ അല്ല, സോറി, എഫ് എൻ ഈസ് ഈക്വൽ ടു എഫ് എൻ മൈനസ് 1 പ്ലസ് എഫ് എൻ മൈനസ് 2 എന്നാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ പക്ഷേ എടുത്തിരിക്കുന്നത് എന്നിൻ്റെ പ്ലേസിൽ കെ പ്ലസ് 1 അല്ലെങ്കിൽ എൻ പ്ലസ് 1 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എഫ് എൻ പ്ലസ് 1 ഈസ് ഈക്വൽ ടു, നമുക്കപ്പോൾ ഇവിടുത്തെ ഈ മൈനസിനെ മാറ്റാൻ വേണ്ടി, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എഫ് കെ പ്ലസ് 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഈ രണ്ട് ഇക്വേഷനും സിമിലർ ആണ്. ഇവിടെ എഫ് എൻ ആയിട്ട് എടുത്തേക്കുന്നു, ഇവിടെ അതിൻ്റെ കൂടെ ഒരു പ്ലസ് 1ഉം കൂടെ ആഡ് ചെയ്ത് എടുത്തേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് എടുക്കുമ്പോഴത്തേക്കിനും എഫ് കെ ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ റേസ് ടു കെ മൈനസ് 2 എന്നുള്ളത് വരും. എന്തുകൊണ്ട് ആൽഫ റേസ് ടു കെ മൈനസ് 2? ഇവിടെ നമ്മൾ എൻ വെച്ചെടുക്കുമ്പോൾ ആൽഫ റേസ് ടു എൻ മൈനസ് 2 ആയിരുന്നു. കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കിനും ആൽഫ റേസ് ടു കെ മൈനസ് 2 ആയി. ഇനി എഫ് ഓഫ് കെ പ്ലസ് 1ൻ്റെ കേസിൽ നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത്? എഫ് ഓഫ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എഫ് കെ പ്ലസ് എഫ് കെ മൈനസ് 1 ആണ്. അപ്പോൾ ഈ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ആൽഫ റേസ് ടു കെ മൈനസ് 2 പ്ലസ് ആൽഫ റേസ് ടു കെ മൈനസ് 3 ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ, ഇവിടെ നമ്മൾ എഫ് കെയും എഫ് കെ മൈനസ് 1ഉം നോക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ എഫ് കെയും എഫ് കെ മൈനസ് 1ഉം വേണം. അപ്പോൾ എഫ് കെയുടെ വാല്യൂ ആൽഫ റേസ് ടു കെ മൈനസ് 2ഉം എഫ് കെ മൈനസ് 1 വരുമ്പോഴത്തേക്കിന് ആൽഫ റേസ് ടു കെ മൈനസ് 3ഉം വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൽഫ റേസ് ടു കെ മൈനസ് 2 പ്ലസ് ആൽഫ റേസ് ടു കെ മൈനസ് 3 എന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ആൽഫ റേസ് ടു കെ മൈനസ് 3 പ്ലസ് ആൽഫ റേസ് ടു കെ മൈനസ് 3. രണ്ടിൽ നമ്മൾ ഇവിടെ, അതായത് ഇവിടെ രണ്ടിടത്തും ഈ പവർ സെയിം ആക്കാൻ വേണ്ടി ഇവിടെ ആൽഫ ഇൻറ്റു എന്ന് കൊടുത്തു. അപ്പോഴിവിടെ വരുമല്ലോ ആൽഫ ഇൻറ്റു ആൽഫ റേസ് ടു കെ മൈനസ് 3. ഇവിടെ ആൽഫ ഇൻറ്റു ആൽഫ റേസ് ടു കെ മൈനസ് 3 വന്നു. അപ്പോൾ നമുക്കിവിടെ കോമൺ ടേം ആൽഫ റേസ് ടു കെ മൈനസ് 3 ആണ്. സോ ആൽഫ പ്ലസ് 1 ഇൻറ്റു ആൽഫ റേസ് ടു കെ മൈനസ് 3 എന്ന് കൊടുത്തു. ഇനി എന്താ? ഇനി ഇതിൻ്റെ വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കിനും ആൽഫ സ്ക്വയർ ഇൻറ്റു
ഇവിടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഈ ടേം കൊടുക്കുമ്പോൾ ആൽഫ സ്ക്വയർ ഇൻറ്റു ആൽഫ റേസ് ടു കെ മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ റേസ് ടു കെ മൈനസ് 1 എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും നമുക്ക് ഇതേപോലുള്ള ഫോർമാറ്റ് തന്നെ വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം നമ്മുടെ ഈ ഒരു ഹൈപ്പോത്തിസിസ് ഈ ഒരു കേസിലും ട്രൂ ആണെന്ന് പറയാം.